പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. മോളോട് മോഹൻ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്നോടും ചെയ്തിട്ടുണ്ട്. നിന്നോട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലൊന്ന് നിൽക്കാൻ പറഞ്ഞതാ, പക്ഷെ നീ അത് കേട്ടില്ല. ഇപ്പം മോഹൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്നതായിട്ട് തോന്നണില്ല. അങ്ങേര് വെറുതെ പ്രശ്നം കാണിക്കുന്നതല്ല അച്ഛാ. മോക്ക് അത്രയും വിശ്വാസമാണെങ്കിൽ ഒരവസരം കൂടി കൊടുത്തൂടെ? ഇപ്പം മക്കളും ത്രിവേണിയും ഞാനും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനറിയാലോ, അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ജോലിക്കാരി ആയോളാണ് ഞാൻ. അതിനുവേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അച്ഛനും അറിയാം. പക്ഷെ ഇപ്പോൾ ഞാനൊരു സസ്പെൻഷനിലിരിക്കുന്ന ഗവൺമെൻറ് സ്റ്റാഫാണ്. അത് അങ്ങേര് കാരണമല്ലേ? പക്ഷെ മോളെ, അങ്ങേരല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, അങ്ങേരും അത് പറയുന്നുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് അങ്ങനല്ല എന്ന് അങ്ങേര് തെളിയിക്കട്ടെ. എന്നിട്ട് ഞാൻ ക്ഷമിച്ചാൽ പോരെ അച്ഛാ? അല്ലാതെ വീണ്ടും ക്ഷമിച്ച് വിഡ്ഢിയാവണോ ഞാൻ? അതിനുവേണ്ടി അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. മോളെ അച്ഛൻ നിർബന്ധിക്കില്ല. നമുക്ക് 100% ബോധ്യപ്പെട്ട മാത്രം മോൾ ക്ഷമിച്ചാൽ മതി. ഇപ്പം മോഹൻ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടെന്ന് ത്രിവേണി പറഞ്ഞു. നോക്കട്ടെ അച്ഛാ, അതിനൊന്നും ഞാൻ തടസ്സം പറയുന്നില്ല. അങ്ങേര് നിരപരാധിയാണെന്ന് തെളിയിക്കട്ടെ, അപ്പം ഞാൻ ക്ഷമിക്കാം. ശരി മോളെ, എന്തിനും അച്ഛൻ നിന്റെ കൂടെ ഉണ്ട്. എന്തായാലും നീ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. എന്നാൽ അച്ഛൻ ഇറങ്ങട്ടെ, ഒരു ദിവസം അച്ഛൻ അമ്മയായിട്ട് വരാം. ഞാനും വരാൻ താഴേക്ക് അച്ഛാ. വേണ്ട മോളെ, മോള് റെസ്റ്റ് എടുത്തോ, അച്ഛൻ വിളിക്കാം. അച്ഛാ, എന്തായി? ചേച്ചി എന്താ പറഞ്ഞേ? മോഹന, നീ ആളിക്ക് ഒരു സമയം കൂടി കൊടുക്കണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോട്ടെ അച്ഛാ, കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കും. ആവണിയുടെ ജോലി കളഞ്ഞത് നീയാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ തല്ലിയോനെ ഞാൻ. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നു നീ നിരപരാധിയാണെന്ന്. നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കണം മോഹന. ഞാൻ നിരപരാധിയാണ് അച്ഛാ. അത് നീ തെളിയിച്ച ആവണി എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കും. എന്നോട് ആവണി പറഞ്ഞതാ. അമ്പിളി, എന്നാ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇറങ്ങാം അച്ഛാ, അമ്മയായിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. വരാം. ഇതൊക്കെ അറിയുമ്പോൾ അവൾക്ക് സന്തോഷമായിരിക്കും. അമ്പിളി, നീയും ഇടക്ക് വരണം. അവനെ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്തു കൊടുത്തേക്കണം. ശരി ചേട്ടാ. നമുക്ക് എപ്പോ ആണെങ്കിലും ഇങ്ങോട്ട് വരാം. മക്കളെ, പോയിട്ട് വരട്ടെ. മോന, വാ അമ്പിളി. ശരി. എന്തോ ചേച്ചാ? അച്ഛൻ പറഞ്ഞിട്ട് പോയതായിട്ടില്ലേ, എന്റെ നിരപരാധിത്വം തെളിയിച്ച അവൻ എന്റെ കൂടെ നിൽക്കുമെന്ന്. അവൾ എന്നോട് ക്ഷമിച്ച് എന്റെ കൂടെ ജീവിക്കുമെന്ന്. എന്താ ത്രിവേണി? നിങ്ങൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? എന്തു പറ്റി? അതിനിപ്പോ ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ എന്റെ അച്ഛനോട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, സുഖാണോന്ന് ചോദിച്ചതാ. നിങ്ങൾ എന്റെ ചേച്ചിനെ പറ്റിയോ മോഹനേട്ടനെ പറ്റിയോ എന്തോ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല ത്രിവേണി മോളെ. നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടൊന്നും കാര്യമല്ല. ഇവിടെ മൂക്കടിച്ച് പരത്തട്ടെ പരത്തട്ടെ. എന്താ അമ്മ ആദ്യമായിട്ടാണെന്നോ? നിന്നെ ദയവായിട്ടാ മോളെ ഇങ്ങോട്ട് എത്തിച്ചത്.
ത്രിവേണി കൊച്ചിന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ചെയ്താലേ അത് നാണക്കേടാ. എന്നെ പറ്റി ആലോചിക്കണ്ട, ദേ കൊച്ചിനെ പറ്റി ആലോചിക്കേ. അതവളെ നല്ലപോലെ ബാധിക്കും. നാണോന്ന് പറഞ്ഞ സാധനം അടുത്തു കൂടെ പോയിട്ടില്ലല്ലോ. കഷ്ടം. വാ ദേവു, നമുക്ക് പോവാം. നിങ്ങൾ എന്താ സംസാരിച്ചേ? എന്നെ പറ്റിയാണോ? ദേവു, നീ നിന്റെ അമ്മയെ വിളിച്ചോണ്ടോ? ആ നല്ലത്. വാ മോളെ.